ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി 129 സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Psalms 129 verses 1, 2 and 3. ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ, അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി. നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വാക്യാംശമാണ് 3-ാമത്തെ വാക്യം. ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി എന്നുള്ളത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ ഒറ്റ വാക്കിൽ വിവരിക്കുവാൻ പറഞ്ഞാൽ അതിനേറ്റവും യോഗ്യമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്ന ഒരു വാക്യശകലമാണ് ഇന്ന് പ്രഭാതത്തിലെ ചിന്തയ്ക്ക് വായിച്ച് കേൾപ്പിച്ചത്. കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവത്തിൻ്റെ ചിത്രം എന്തായിരുന്നു എന്നുള്ളത് ഈ വാക്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ സങ്കീർത്തനത്തിൽ പ്രാരംഭത്തിലെ വാക്യങ്ങൾ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ, ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം പറയുകയാണ്, അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. ഇതിൻ്റെ പിന്നിലുള്ള ചരിത്ര പശ്ചാത്തലം നമുക്കറിയില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇതിൻ്റെ ഒരു കൃത്യമായിരിക്കുന്ന പ്രത്യക്ഷമായ അടയാളവും സൂചനയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കഷ്ടാനുഭവവുമായിട്ട് ഈ വേദഭാഗത്തെ നാം ചേർത്ത് വയ്ക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. സങ്കീർത്തനത്തിലുള്ള ഏതെങ്കിലും ഒരു എഴുത്തുകാർ ഈ വിധത്തിൽ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയതായിട്ട് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ബാല്യം മുതൽ അവർ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. പിന്നെയും ആ പദം റിപ്പീറ്റ് ചെയ്യുന്നു, ബാല്യം മുതൽ അവർ പിന്നെയും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. ഇത് വാസ്തവത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ജനനം മുതൽ നാം പരിശോധിച്ചാൽ ആ ജനനം മുതൽ നമ്മുടെ കർത്താവ് അനുഭവിച്ച ഉപദ്രവത്തിന്റെ ഒരു ചിത്രമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്നുള്ള ദൈവിക തിരുവെഴുത്ത് ഒരിക്കൽ പോലും നടക്കാതിരിക്കുവാൻ പിശാച് നമ്മുടെ കർത്താവിന്റെ ജനനം മുതൽ നമ്മുടെ കർത്താവിനെ ഏതൊക്കെ വിധത്തിൽ ഇല്ലാതാക്കി കളയുവാൻ തന്ത്രങ്ങൾ മെനയാമോ ഇത് മുഴുവൻ ചെയ്തിരുന്നു. ആ നിലയിൽ ഭരണാധികാരികൾ കർത്താവിനെതിരെ ആക്ഷൻ എടുക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ആർക്കും തൊടുവാൻ കഴിയാതെ, ആർക്കും പിടിക്കുവാൻ കഴിയാതെ നമ്മുടെ കർത്താവ് അവിടെയെല്ലാം വിജയം കൈവരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്തിനാണ് അവിടുന്ന് വിജയം കൈവരിച്ചത്? ഈ പ്രതിസന്ധികളിന്മേൽ വിജയം കൈവരിച്ചിട്ട് ഏറ്റവും ഒടുവിൽ എത്തിച്ചേരുന്ന അനുഭവമാണ് നാം 3-ാം വാക്യത്തിൽ വായിച്ചത്. കർത്താവിന്റെ ജനനം മുതൽ അവിടുന്ന് വിജയം കൈവരിക്കുന്നവനായിട്ട് പോവുകയായിരുന്നു. അവർ ബാല്യം മുതൽ പലപ്പോഴും ഉപദ്രവിച്ചു, എങ്കിലും അവർക്ക് ജയിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ വാസ്തവത്തിൽ നോക്കിക്കേ, എന്തിനു വേണ്ടിയാണ് അവിടെങ്ങും പരാജയപ്പെടാതെ ജയം ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും ഒടുവിലത്തെ 3-ാം വാക്യത്തിന്റെ പ്രത്യക്ഷമായിരിക്കുന്ന ചിത്രം കർത്താവിൽ കാണത്തക്ക വിധത്തിൽ എത്തിച്ചേരുവാൻ ഇടയായി തീർന്നത് എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ വിജയം കൈവരിച്ച കർത്താവ് ഏറ്റവും ഒടുവിലെത്തുമ്പോൾ നിസ്സഹായനായിട്ട് തീരുന്ന, എല്ലാവരാലും ത്യജിക്കപ്പെട്ടവനായിട്ട് തീരുന്ന, വ്യസനപാത്രമായിട്ട് തീരുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. അതിന്റെ ഒരു ചിത്രം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി. ഇതെപ്പോഴാണ് സംഭവിച്ചത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പീലാത്തോസിന്റെ കൽത്തളം എന്ന ഗബതയിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നപ്പോൾ അവിടെ വെച്ച് ക്രൂരരായ റോമൻ പടയാളികളുടെ ക്രൂരമേറിയ പ്രഹരം അത് കർത്താവ് തന്റെ ശരീരത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു. കർത്താവിനെ കോലുകൊണ്ട് അവരടിക്കുവാൻ ഇടയായിട്ട് തീർന്നു. നമ്മുടെ കർത്താവിന്റെ കൈകൾ ബന്ധിച്ചതിന് ശേഷം കുനിഞ്ഞു നിൽക്കുന്ന കർത്താവിന്റെ മുതുകിലേക്ക് അവർ ചാട്ടമാറുകൊണ്ടും ചമ്മട്ടി കൊണ്ടും ആഞ്ഞാഞ്ഞ് അടിക്കുകയായിരുന്നു. ഈ വാക്യത്തിന്റെ പ്രത്യക്ഷമായ ഒരു ചിത്രം അവിടെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താ പറഞ്ഞത്? ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു. ഉഴവുകാർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഉറച്ചു കിടക്കുന്ന മണ്ണിനെ ഏത് നിലയിലും അവിടെ നിന്ന് പറിച്ചു മാറ്റുക എന്നുള്ളതാണ്, അവിടെ നിന്നും അതിനെ ഇളക്കി മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നിനു മീതെ വീണ്ടും വീണ്ടും 2-3 തവണയായി അവർ ഉഴുവാനിടയായിട്ട് തീരും. അങ്ങനെ
അങ്ങനെ വാസ്തവത്തിൽ നമ്മുടെ കർത്താവിന്റെ ശരീരത്തിൽ അവർ ഉഴവുചാലുകളെ നീളത്തിൽ കീറി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്തത്? അവിടെ നിന്നും പച്ചമാംസം പറിച്ചു മാറ്റപ്പെടുന്നതുവരെയും ആഞ്ഞാഞ്ഞുള്ള പ്രഹരം നമ്മുടെ കർത്താവിന്റെ ശരീരത്തിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ബാല്യം മുതലേ ഉപദ്രവിച്ചപ്പോൾ അവിടെയെങ്ങും തോറ്റുകൊടുക്കാതെ വിജയം കൈവരിച്ചു വന്നവൻ ഏറ്റവും ഒടുവിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഇതാ ഉഴവുകാർ മുതുകിന്മേൽ ഉഴുകുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നവനായി, തകർക്കപ്പെട്ടവനായിട്ട് നമ്മുടെ കർത്താവ് തീരുവാനിടയായിട്ട് തീർന്നു. ഇന്ന് രാവിലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ച ആ കഷ്ടാനുഭവത്തിന്റെ ദൃശ്യം നമ്മുടെ മനസ്സിലൊന്ന് കണ്ടാൽ, ഗബതയിൽ നിന്നും പിലാത്തോസ് യേശുവിനെ അടിപ്പിച്ച ശേഷം യഹൂദ പരീക്ഷകളുടെ മുമ്പാകെ കൊണ്ടു നിർത്തിയിട്ട് പറയുന്ന ആ പദത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എന്താണ് പ്രാധാന്യം? ആ മനുഷ്യൻ ഇതാ അകത്തേക്ക് കയറിപ്പോയ മനുഷ്യനാണോ എന്ന് യഹൂദന്മാർക്ക് സംശയം തോന്നത്തക്ക നിലയിലാണ് യേശു കർത്താവ് വെളിയിലേക്ക് ഇറങ്ങി വന്നത്. ആ ശരീരം മുഴുവൻ അടിച്ച് കീറപ്പെട്ടിരുന്നു, മാംസം പിഴുതെടുക്കപ്പെട്ടിരുന്നു, ശരീരം മുഴുവൻ മുറിവേൽക്കപ്പെട്ടവനായി രക്തധാരിയായി നമ്മുടെ കർത്താവ് പിലാത്തോസിന്റെ മുമ്പാകെ വന്നു നിൽക്കുകയാണ്. അവനെ കണ്ടിട്ട് ആളുകൾക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ കർത്താവ് ആയിത്തീരുവാനിടയായിട്ട് തീർന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നാമോ ദൈവം അവനെ അടിച്ചും ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ, എന്തിനാണ് ഉഴുവുകാർക്ക് ഉഴുകുവാൻ വേണ്ടി ആ ശരീരം ഏൽപ്പിക്കപ്പെട്ടു കൊടുത്തത്? എന്തിനാണ് ബാല്യം മുതൽ വിജയിച്ചു വന്നവൻ ഏറ്റവും ഒടുവിൽ പരാജിതനെന്ന് തോന്നത്തക്ക വിലയിലായി തീർന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ. അവിടുന്ന് പരാജയപ്പെട്ടിട്ടല്ല, മറിച്ച് എന്നെയും നിങ്ങളെയും പരാജിതരായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിജയത്തിലേക്ക് ഒന്നെത്തിക്കുവാൻ, നമ്മെ വിജയശ്രീലാളിതനാക്കി തീർക്കുവാൻ നമുക്ക് വേണ്ടി ക്രൂശിൽ അവിടുന്ന് എല്ലാവരാലും കൈവിടപ്പെട്ടവനായും ത്യജിക്കപ്പെട്ടവനായും വ്യസനപാത്രമായും തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ ഇത്ര വേദന സഹിച്ച് നമ്മെ വിജയത്തിലേക്ക് കൊണ്ടുവന്ന ഉന്നതനായ കർത്താവിന് സകല മഹത്വവും അർപ്പിച്ച് അവിടുത്തെ നമുക്ക് ആരാധിക്കാം. പിതാവായ ദൈവത്തിന് സകല മഹത്വവും പുത്രൻ മുഖാന്തരം നൽകാം. അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.